2014 ടൊവിനോയുടെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തത്. പടം നടക്കുന്നത് 2018. ആ 4 വർഷം കൊണ്ട് പടം നന്നായിട്ട് ഇവോൾവ് ചെയ്തു. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ലൂക്കേനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു 4 വർഷത്തെ എഫേർട്ടിന്റെ റിസൾട്ട് ആണെന്ന് തന്നെ പറയാം. നമ്മുടെ സബ്ജക്റ്റ് മനസ്സിലാക്കുന്ന, നമ്മുടെ ജോണറിനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് മനസ്സിലാക്കുന്ന, നമ്മുടെ സിനിമയും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ അവരിലേക്ക് ആദ്യം പോകും. ഇതിനോട് എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഇതിനോട് 100% നീതി പുലർത്തുന്ന ഒരു ആർട്ടിസ്റ്റ് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യും. ലൂക്കയുടെ എൻറ്റയർ ആർട്ട് സ്ക്രാപ്പിൽ നിന്നാണ്, സ്ക്രാപ്പ് യാർഡിൽ നിന്ന് കളക്ട് ചെയ്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തതാണ്. നല്ലൊരു ആക്ഷൻ സിനിമ വേണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു ഫാന്റസി സിനിമ വേണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു പീരിയഡ് സിനിമ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അലോങ് വിത്ത് ദാറ്റ് ഈ ആൺ പെൺ ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ്, അവരുടെ ഇടയ്ക്കുള്ള കുറച്ചും കൂടെ മാച്യൂർഡ് റിലേഷൻഷിപ്സ്, ഇതൊക്കെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനും കാണാനും ഇഷ്ടമുള്ളതാണ്. വളരെ കുറച്ച് സിനിമകളിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച സംവിധായകൻ, സിനിമ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സംവിധായകൻ, ഒത്തിരി സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു അരുൺ ബോസ് സാർ. വെൽക്കം ടു CP ടോക്സ്. ഒരുപാട് സന്തോഷം. എനിക്ക് ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല, എന്നെ ആദ്യമായിട്ട് സിനിമ പഠിപ്പിച്ച ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം പുതിയ വിശേഷം മാരവിലൻ ഗോപുരങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ലൂക്ക ഇറങ്ങിയിട്ട് 5 വർഷം, അതായത് മലയാളം ഇൻഡസ്ട്രിയിൽ വന്ന് ആ പേര് തെളിഞ്ഞിട്ട് 5 വർഷം ആവുകയാണ്. അപ്പം ഇത് രണ്ടും, മാരവിലൻ ഗോപുരങ്ങൾ, ലൂക്കയുടെ 5 വർഷം. സോ അതിന്റെ ഒരു സന്തോഷം നമ്മളായിട്ടൊന്ന് പങ്കുവെക്കാം. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ലൂക്ക പോലുള്ള സിനിമ ചെയ്യാൻ പറ്റി. ഇപ്പം ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് വേറെ ജോണറിൽ മാരവിലൻ ഗോപുരങ്ങൾ ഒരു പടം ചെയ്തു, അതിറങ്ങി. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വളരെ കുറച്ച് സിനിമകൾ, അതായത് എടുത്തു പറഞ്ഞിട്ട് ലൂക്ക, മാരവിലൻ ഗോപുരങ്ങൾ. ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ആ പേര് നോട്ട് ചെയ്യപ്പെട്ടു. അപ്പം 2 ജോണറിലുള്ള 2 സിനിമകൾ. അടുത്ത ജോണർ ഇനിയും അടുത്ത ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഏത് ജോണറായിരിക്കും? ആക്ച്വലി എൻ്റെ ഒരു പടം കൂടെ ഉണ്ട്, മിണ്ടിയും പറഞ്ഞ് അത് ഇറങ്ങാനുണ്ട്. അതും ടോട്ടലി ലവ് സ്റ്റോറിയാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഈ 2 സിനിമകളിലും വളരെ വ്യത്യസ്തമായിട്ട് പറയുന്നത് എൻ്റെ കുറച്ചും കൂടെ ആത്മാംശം കിടക്കുന്ന ഒരു സിനിമയാണ് മിണ്ടിയും പറഞ്ഞു. ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയാണ് ചെയ്തേക്കുന്നത്. അത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഒരു പുതിയ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്ത് ജോണർ ബേസ് ചെയ്തിട്ടാ? ഞാനിപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തോന്നിയ ഒരു തോട്ടാണ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വന്നൊരു തോട്ട്, വെറുതെ ഒരു ഫീച്ചർ ലെങ്ത്തിൽ ഒന്ന് എഴുതി നോക്കാം എന്നൊരു പ്ലാനിൽ ഒരു പ്രോപ്പർ സീൻ ഓർഡറായി എഴുതി വന്നപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജോണർ ഒരു ത്രില്ലർ ജോണറിലുള്ള പടമാണ്, അതോടൊപ്പം തന്നെ റൊമാൻറ്റിക് ഫിലിമാണ്. ഒരുപക്ഷെ ലൂക്കയുമായിട്ട് വളരെയധികം കണക്ട് ഉണ്ടാവും. ഞാൻ ചോദിക്കാനിരുന്നായിരുന്നു, ലൂക്ക പോലൊരു സിനിമ ഇപ്പം മലയാള സിനിമയിൽ ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. ലൂക്ക ഒരു മാറ്റം കൊണ്ടുവന്നായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമകളല്ല, ആ ഒരു പാറ്റേണിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ലൂക്ക. അതുപോലെ ഒരു സിനിമ ഇനി നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞു അല്ല, പക്ഷെ ലൂക്കയുടെ ലുക്ക് ആൻഡ് ഫീൽ ഒന്നും അല്ല കേട്ടോ. ഇതിന്റെ ട്രീറ്റ്മെന്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇതൊരു പക്ഷേ ഈ 3 ജോണറിൽ കിടക്കുന്ന ഒരു സിനിമയാണ്. ഹൊറർ, ത്രില്ലർ ആൻഡ് വെരി റൊമാൻറ്റിക്, ഒരു കപ്പിളുടെ സ്റ്റോറി കൂടെയാണ്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അതിൻ്റെ ഒരു, അതുകൊണ്ടാണ് എഴുതി തുടങ്ങിയത്, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എഴുതി തുടങ്ങിയത്. പേഴ്സണലി ഏതാണ്ട് അത് തീരുന്ന ഒരു സ്റ്റേജിലാണ്, അതിൻ്റെ എഴുത്ത് തീരുന്ന ഒരു സ്റ്റേജിലാണ്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നിപ്പം കുറച്ച് സിനിമകളാണ്, അപ്പോൾ ഇപ്പോഴും പ്രൊഡക്ഷൻ സൈഡിലേക്ക് മീറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി ഒരു തിരക്കഥ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയ ശേഷമാണ് ഒരു പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്ത് തുടങ്ങാറ്. ചിലപ്പം റൈറ്റായിട്ട് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് ഇതിലേക്ക് ഉണ്ടെങ്കിൽ അവരായിരിക്കും ആദ്യം അപ്രോച്ച് ചെയ്യാം. ഇതേ നമ്മൾ പറയില്ല, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന്, ആദ്യം ആക്ടറിലേക്ക് പോകണോ പ്രൊഡ്യൂസറിലേക്ക് പോകണോ എന്നുള്ളത്. രണ്ടുമുണ്ട്. ഒന്ന്, നമ്മുടെ സബ്ജക്റ്റ് മനസ്സിലാക്കുന്ന, നമ്മുടെ ജോണറിനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് മനസ്സിലാക്കുന്ന, നമ്മുടെ സിനിമയും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ അവരിലേക്ക് ആദ്യം പോകും. അതായതിപ്പം ഈ കഥ ഇതിനോട് എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഇതിനോട് 100% നീതി പുലർത്തുന്ന ഒരു ആർട്ടിസ്റ്റ് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഇതേ ഏതാണോ ആദ്യം നോക്കില്ല, നമുക്ക് അൾട്ടിമേറ്റ്ലി ഏതാണോ റൈറ്റ് എന്ന് തോന്നുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഈ ലൂക്ക ഇങ്ങനെ ടൊവിനോ ആയിരുന്നല്ലോ ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത്? അതെ, ഡെഫിനറ്റ്ലി. ഞാൻ ടൊവിനോ അല്ലാണ്ട് മറ്റൊരു ആർട്ടിസ്റ്റിനെ അടുത്ത് ലൂക്ക സംസാരിച്ചിട്ടില്ല.
കാരണം ഈ നമ്മൾ തിരക്കഥ എഴുതുന്ന സമയത്ത് ഒരിക്കലും ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കണ്ടുകൊണ്ടല്ലോ തിരക്കഥ എഴുതുന്നത്. തിരക്കഥ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇതിനാരായിരിക്കും ഒരു റൈറ്റ് ആർട്ടിസ്റ്റ്. ഇപ്പൊ ലൂക്കയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ കോറേറ്ററുണ്ട് മൃദുലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അന്ന് ഉദ്ദേശിച്ചിരുന്നത് ഈ കഥാപാത്രത്തിന് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ടൊവിനോ 7th ഡേയും കൂതറയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ലൂക്ക എന്നുള്ള ക്യാരക്ടറിന് ചേരുന്ന ഒരു മുഖം, അതിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ്, ഇത്ര മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ആദ്യമായിട്ട് ടൊവിനോനെ പോയി കാണുന്നത്. ടൊവിനോ വളരെ എക്സൈറ്റഡ് ആയിരുന്നു സിനിമയ്ക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ മറ്റു ആർട്ടിസ്റ്റിലേക്ക് എന്തിനാണ് പോകുന്നത്. സോ ഐ ജസ്റ്റ് വെയിറ്റഡ് ഫോർ ദി ഫിലിംസ് ടു സ്റ്റാർട്ട്. പാരലി പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. ഞങ്ങൾ 2014 ടൊവിനോയുടെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തത്. പടം നടക്കുന്നത് 2018. സോ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ പടം നന്നായിട്ട് ഇവോൾവ് ചെയ്തു എന്ന് പറയാം. ആ 4 വർഷം കൊണ്ട് പടം നന്നായിട്ട് ഇവോൾവ് ചെയ്തു. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ലൂക്കേനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു 4 വർഷത്തെ എഫേർട്ടിന്റെ റിസൾട്ട് ആണെന്ന് തന്നെ പറയാം. ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ആർട്ടിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെയായിരുന്നോ ലൂക്ക പ്ലാൻ ചെയ്തിരുന്നത്? ഉറപ്പായിട്ടും. കാരണം നമ്മള് ഈ സെൻട്രൽ ക്യാരക്ടർ, ലൂക്കയുടെ സെൻട്രൽ ക്യാരക്ടർ ലൂക്ക ഒരു ആർട്ടിസ്റ്റാണ്, സ്ക്രാപ്പ് ആർട്ടിസ്റ്റാണ്. പിന്നെ ആദ്യം പോലെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം വരയ്ക്കും, അപ്പം എനിക്കും ആർട്ടിനോട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. 2 ഈ ലൂക്കയുടെ കഥാപാത്രം നെക്രോഫോബിയ, തനാട്ടോഫോബിയ ഉള്ള ഒരു ക്യാരക്ടർ, അത് എൻ്റെ കുറച്ചൊരു പേഴ്സണൽ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ചില ഗ്രൂപ്പുകളുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ഡിസ്ലെക്സിയ, ഓട്ടിസം, ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള കുട്ടികളുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിൽ ആർട്ട് ത്രൂ എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാം, അങ്ങനെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഓഡിയോ വിഷ്വൽ മാധ്യമത്തെ ഒരു എന്റർടൈൻമെന്റ് മോഡ് മാത്രമായിട്ട് ചുരുക്കി വെച്ചേക്കാണ്. ഓഡിയോ വിഷ്വൽ മാധ്യമത്തിന് മറ്റ് പല തലങ്ങളുണ്ട്. Audiovisual medium can be used as an effective tool for mental health. It's already proven. വളരെ പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ എലിമെന്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ലൂക്ക എന്നുള്ള കഥാപാത്രത്തിന്റെ ഡെഫിനിഷൻ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ രണ്ടാമതൊരു ഡിസിഷൻ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ സ്വഭാവമായിരിക്കില്ല ലൂക്കയ്ക്ക്. ഐ മീൻ ഒരു ക്യാൻവാസ് വെച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്ന, അതിനപ്പുറം ഇന്ന് കാണുന്ന ഒരു കണ്ടംപററി ആർട്ടിസ്റ്റ്. ഐ മീൻ ക്രയോൺസ് മുതൽ ഏത് മോഡും ഏത് മെറ്റീരിയലും ഉപയോഗിച്ച് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വളരെ വൈൽഡായിട്ട്, വളരെ വൈബ്രന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കണ്ടംപററി ആർട്ടിസ്റ്റ് ആയിട്ടാണ് ലൂക്കയെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. ടൊവിനോയ്ക്ക് ഞാൻ ആക്ച്വലി അന്ന് കൊടുത്തിരുന്ന ഒരു റെഫറൻസ് എനിക്ക് ഓർമ്മയുണ്ട്. ജിം ക്യാരി ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ ആർട്ടുമായിട്ട്, ഐ മീൻ ജിം ക്യാരി ആർട്ടുമായിട്ട് ഒരു ആർട്ടിസ്റ്റായിട്ട് കുറെ കാലം സ്പെൻഡ് ചെയ്തു. ഇപ്പോഴും ജിം ക്യാരി വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ജിം ക്യാരിയുടെ ഒരു ഡോക്യുമെന്ററി വീഡിയോ യൂട്യൂബിൽ കണ്ട് ഞാൻ ടൊവിനോയ്ക്ക് അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. സോ അദ്ദേഹം ഇങ്ങനെ പെയിന്റ് വാരി വലിച്ച് പെയിന്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ അതുപോലെ കുറച്ചും കൂടെ വൈബ്രന്റ് ആയിട്ടുള്ള ജിം ക്യാരിയുടെ ഒരു സ്വഭാവമുണ്ട്. ജിം ക്യാരി ആസ് ആൻ ആക്ടർ ഭയങ്കര വൈബ്രന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു നേച്ചർ ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്താൽ നന്നായിരിക്കും തോന്നി. അങ്ങനെയാണ് സ്ക്രാപ്പ് ആർട്ടിസ്റ്റിലേക്ക് വരുന്നത്. സ്ക്രാപ്പ് ആർട്ടിസ്റ്റിലേക്ക് വരുന്നത് അനീസ് നാടോടി ആയിട്ടുള്ള ഒരു ഡിസ്കഷന് ശേഷമാണ്. ഇതിൽ വേറൊരു ഫിലോസഫിയും കൂടെ വേണമെങ്കിൽ പറയാം, അതും ഉദ്ദേശിച്ചിട്ടുണ്ട്. ലൂക്ക നെക്രോഫോബിയൊക്കെയാണ്, ഡെത്ത് സിമ്പിൾസിനെയൊക്കെ പേടിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് നിർജീവമായിട്ടുള്ള അല്ലെങ്കിൽ ത്രോ അവേ ഒബ്ജക്റ്റ്, കാലഹരണപ്പെട്ട വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള കലാരൂപങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഫീനിക്സ്, നമ്മൾ കാണിക്കുന്ന ഫീനിക്സിനെ പോലുള്ള ജീവനുള്ള കലാരൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ലൂക്കയെ പോർട്രേ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ, ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള ഡിസിഷൻ ഞങ്ങളുടെ ആ ഡിസ്കഷന് ശേഷം ഉണ്ടായതാണ്. പിന്നീട് തിരക്കഥയിൽ നമ്മളതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുണ്ടായത്. ലൂക്കയുടെ എൻറ്റയർ ആർട്ട് സ്ക്രാപ്പിൽ നിന്നാണ്, സ്ക്രാപ്പ് യാർഡിൽ നിന്ന് കളക്ട് ചെയ്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇതില് മെയിൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടൊക്കെ സെറ്റ് ഇട്ടതായിരുന്നോ? ഉറപ്പായിട്ടും ആ വീട് ഫോട്ടോസിലുള്ള ഒരു വീടാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ ഓണറാണ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അവരെന്നെ ഇൻവൈറ്റ് ചെയ്തു, കുറെ കാലം വന്നിട്ട് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഏതാണ്ട് ആ വീട് നമ്മൾ സ്വന്തം വീട് പോലെയാണ്. ആ വീട് ഫോട്ടോസിൽ പോയി കണ്ടുള്ള ഈ രൂപത്തിലേ അല്ല, അത് ഒരു വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് ഒരു സാധാരണ ഒരു സ്ട്രക്ചറാണ്. അതിനെ കളർ ചൂസ് ചെയ്ത് തന്നെയായിരുന്നോ? അതെ, ഡെഫിനറ്റ്ലി. നമ്മൾ ഈ സിനിമയ്ക്ക് 2 കളർ ടോണുകൾ ഡെലിബറേറ്റ് ആയിട്ട്, 2 ടെക്സ്ചറിലും ടോണിലുള്ള സീക്വൻസുകളാണ്. ഉദാഹരണത്തിന് 2 കപ്പിളിന്റെ കഥ പറയുന്ന സിനിമയാണ് ലൂക്ക.
ഒന്ന് ലൂക്ക നിഹാരിക എന്ന് പറയുന്ന ഒരു കപ്പിളുണ്ട്, മറ്റത് അക്ബർ ഫാത്തിമ എന്ന് പറയുന്ന മറ്റൊരു കപ്പിളുണ്ട്. ഇപ്പൊ ലൂക്ക നിഹാരിക സെഗ്മെന്റിനെ ട്രീറ്റ് ചെയ്ത് വേറെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. അത് ഇപ്പൊ ഒരു സിനിമയിലെ ഒരു ലീനിയർ വേയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വേനൽക്കാലത്ത് നടക്കുന്ന പ്രണയമാണ് ലൂക്കയുടെ നിഹാരികയുടെ. ആദ്യത്തെ മഴ തുടങ്ങുന്നത് അവർ പിരിയുന്ന ആ മൊമെന്റ് പോലാണ്. പിന്നീട് അങ്ങോട്ട് പെരുമഴക്കാലമാണ്. അവിടെയാണ് അക്ബർ ഫാത്തിമയുടെ ആ സെഗ്മെന്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പൊ ലൂക്കയുടെയും നിഹാരികയുടെയും പ്രണയത്തെ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടായി. ഈവൻ ക്യാമറ മൂവ്മെന്റ്സ് ശ്രദ്ധിച്ചറിയാം, കുറച്ചും കൂടെ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള ക്യാമറ മൂവ്മെന്റ്സ് ആണ്. ഐ മീൻ കട്ടുകളൊക്കെ വളരെ കുറവായിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. പിന്നെ എന്തെങ്കിലും ഇളകുന്ന ഒബ്ജക്റ്റ് ഉണ്ടാവും ബാക്കിൽ എല്ലാ ഫ്രെയിമിന്റെയും. അത് വാൻഗോഗിന്റെ പെയിന്റിങ്സിന്റെ കുറച്ചും കൂടെ എംബോസ്ഡ് ആയിട്ടുള്ളൊരു ഫോം ആണ്. അത് ഞാൻ റെഫറൻസ് ആയിട്ട് നിമിഷനും അനീസിനും ഈവൻ കോസ്റ്റ്യൂം ചെയ്ത രമ്യയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ ആ ഒരു നമ്മൾ യൂസ് ചെയ്തൊരു ടോൺ ഓൾമോസ്റ്റ് ടർക്കോയ്സ് ബ്ലൂ ആൻഡ് യെല്ലോ തീമാണ് അവിടെ ചെയ്തേക്കുന്നത്. ഇതിന് ടോട്ടലി കോൺട്രാസ്റ്റ് ആയിട്ട് അക്ബർ ഫാത്തിമ സെഗ്മെന്റിനെ വളരെ ക്ലാസിക് ഫിലിം മേക്കിങ്ങിന്റെ സ്വഭാവത്തിൽ, ഇവൻ മൂവ്മെന്റ് ഒക്കെ ആണെങ്കിൽ തന്നെ ട്രാക്ക് ആൻഡ് റോളിംഗ് മൂവ്മെന്റ് ആണ്, വളരെ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഷോട്ടുകളാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എനർജി വളരെ കുറവാണ്. അവിടെ ഒരു മടുപ്പുണ്ട്, ഒരു മരവിപ്പുണ്ട്, മഴയുടേതായിട്ടുള്ള ഒരു നംനെസ് ഉണ്ട്, ഒരു കോൾനെസ് ഉണ്ട്. അത് ഡെലിബറേറ്റ് ആണ്. അത് റംസാനിന്റെ പെയിന്റിങ്സിന്റെ ഒരു ടോണും ടെക്സ്ചറും ഒക്കെയാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ രണ്ട് കപ്പിളിന്റെ ഈ രണ്ട് കോൺട്രാസ്റ്റ് നമ്മൾ വിഷ്വലിയും കൂടെ കുറച്ചുകൂടി അതിൻ്റെ ഒരു സിനിമ ഒരു വിഷ്വൽ മീഡിയ ആണ്, ഓഡിയോ വിഷ്വൽ മീഡിയ ആണ്. വിഷ്വൽ എലിമെന്റ്സിനെ യൂസ് ചെയ്ത് ഒന്ന് എൻഹാൻസ് ചെയ്ത് നമ്മൾ പോലും സിനിമ ഒരു വെർബൽ മീഡിയം ആയിട്ടാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് പൊതുവെ. നല്ല സിനിമകൾ എപ്പോഴും ഒരു വിഷ്വൽ മീഡിയം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ മാരിവില്ലൻ ഗോപുരങ്ങളും രണ്ട് കപ്പിളുടെ ഒരു സ്റ്റോറിയാണ്. ഇതിലും ഇങ്ങനെയുള്ള മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? മാരിവില്ലൻ ഗോപുരങ്ങൾ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ഉള്ള ഒരു സിനിമയാണ്. അതിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എല്ലാ തരം ഓഡിയൻസിനും, ഐ മീൻ കുട്ടികൾ മുതൽ അഡൽസിന് വരെ എന്റർടൈൻഡ് ആകുന്ന കൈൻഡ് ഓഫ് ഒരു സ്വഭാവം ആ സിനിമയ്ക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. ഈ രണ്ട് കപ്പിൾസിനും ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, പക്ഷെ അവർ ജീവിക്കുന്ന പശ്ചാത്തലവും അവരുടെ സെറ്റിംഗ് ഒക്കെ ഒന്ന് തന്നെയാണ്. രണ്ടുപേരും അർബൻ കപ്പിൾസ് ആണ്. ഈ ഒരുപക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്ന ഫ്രണ്ട്സ് സീരീസിന്റെ ഒക്കെ ഐ മീൻ ഫ്രണ്ട്സ് സീരീസിന്റെ ഒക്കെ ആ സ്വഭാവത്തിലുള്ളൊരു സിറ്റ്കോം, നമ്മൾ ഫ്രണ്ട്സിലെ കാണുന്ന ഒരു സിറ്റ്കോം സ്വഭാവം, ആ സിറ്റുവേഷണൽ കോമഡി, ആ സ്വഭാവത്തിലാണ് ആ സിനിമയെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. കപ്പിൾസിന് കോൺട്രാസ്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടി രണ്ട് കപ്പിൾ രണ്ട് രീതിയിലാണ്. ഐ മീൻ കുട്ടികള് കല്യാണം കഴിച്ചു, പക്ഷെ കുട്ടികള് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ചേട്ടന്റെ ഭാര്യയുടെയും ലൈഫിലേക്ക് വളരെ യങ് ആയിട്ടുള്ള ഒരു അനിയൻ ഗേൾഫ്രണ്ടായിട്ട് വരികയാണ്. ആള് പ്രഗ്നന്റ് ആണ്. അപ്പൊ കുട്ടികളാവാം, പക്ഷെ അവർക്ക് കല്യാണം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട് സിനിമയില്. അവളുടെ മീനാക്ഷി എന്ന് പറയുന്ന വിൻസി ചെയ്ത കഥാപാത്രത്തിന് ഒരു റീസണിങ് ഉണ്ട്. ഈ നാലുപേരുടെയും കഥയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. ഇനിയും വരുന്ന സിനിമകളാണേലും ഇങ്ങനെ രണ്ട് കപ്പിളിന്റെ സ്റ്റോറിയാണ്. ഇപ്പൊ GVMന്റെ ഒരുപാട് സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നായകന്മാരുണ്ടാകും. ഇപ്പൊ സാറിന്റെ റിലീസായ സിനിമകളിൽ രണ്ട് കപ്പിൾസിന്റെ സ്റ്റോറികൾ പറയുന്നതാണ്. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണോ അതോ അറിയാതെ വരുന്നതാണോ? എനിക്ക് പൊതുവെ റിലേഷൻഷിപ്പ് ഡ്രാമാസ് ഇഷ്ടമാണ്. എല്ലാത്തരം സിനിമകളും എല്ലാ ജോണറും കാണുന്നതാണ്. നല്ലൊരു ആക്ഷൻ സിനിമ വേണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു ഫാന്റസി സിനിമ വേണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു പീരിയഡ് സിനിമ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അലോങ് വിത്ത് ദാറ്റ് ഈ ആൺ പെൺ ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ്, അവരുടെ ഇടയ്ക്കുള്ള കുറച്ചും കൂടെ മാച്യൂർഡ് റിലേഷൻഷിപ്സ്, ഇതൊക്കെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനും കാണാനും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഉദാഹരണത്തിന് നമ്മൾ ബിഫോർ സൺസെറ്റ്, ബിഫോർ മിഡ് നൈറ്റ് ആ സീരീസ് കാണുകയാണെങ്കിലും, അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, ഇതുപോലുള്ള സിനിമകൾ ശരിക്കും ആണും പെണ്ണും വളരെ വ്യത്യസ്തരാണ്. എല്ലാ രീതിയിലും സ്വഭാവം കൊണ്ടും അവരുടെ ജീവിത വീക്ഷണം കൊണ്ടും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ആണും പെണ്ണും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുക, അത് രണ്ട് പശ്ചാത്തലത്തിൽ നിന്നായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അവർ ഒരുമിച്ച് ഒരു സ്പേസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്ററിയാണ്. അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾക്ക് എത്ര കഥ വേണമെങ്കിലും നമുക്ക് പറയാം.
അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഡ്രാമാസ്, ഇവരുടെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് ഡ്രാമാസ് പല രീതിയിലും പല കഥകളുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കഥയിലും അങ്ങനെ എലിമെൻ്റ് ഉണ്ട്. പക്ഷെ അതൊരു കപ്പിളിൻ്റെ ഇടയ്ക്ക് തന്നെ നടക്കുന്ന ഇൻസിഡൻസ് ആണ്. പക്ഷെ അതിനെ കുറച്ചും കൂടെ ട്രീറ്റ് ചെയ്തേക്കുന്ന ഒരു ഹൊറർ ത്രില്ലറിൻ്റെ സ്വഭാവത്തിലായിരിക്കും പോകുന്നത്. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. തിരക്കഥ ആയി വരുന്നേ ഉള്ളൂ പറയാം.